പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വേഗബി. ഞാൻ ആഷിഖ് ജോയ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. വിശുദ്ധ മാർഗരറ്റ് മേരിക്ക് ഈശോ തൻ്റെ തിരുഹൃദയം വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്കും ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഈശോ ഒത്തിരി വാഗ്ദാനങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മളെപ്പോഴും അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രൈവറ്റ് റെവലേഷൻസ് വരുമ്പോൾ നമ്മളതിനെ തള്ളിക്കളയണം. എന്നിട്ട് നമ്മൾ പറയാൻ അത് സ്വകാര്യ വെളിപാടാണ്, അതൊന്നും വിശ്വസിക്കണമെന്നും സഭ നിർബന്ധം പിടിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ പ്രൈവറ്റ് റെവലേഷൻസ് ആവശ്യമുള്ളത്? ഈ പ്രൈവറ്റ് റെവലേഷൻ വഴിയുള്ള ഈ ഡിവോഷൻ ഏറ്റവും അധികം ആവശ്യമുള്ളത് പാപിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്കാണ്. എല്ലാം തികഞ്ഞ ആൾക്കാർക്ക് ഇത് വേണ്ട. അതായത് സഭ ഇങ്ങനെയാണ് പറയുന്നത്: പബ്ലിക് റെവലേഷൻ, പ്രൈവറ്റ് റെവലേഷൻ. പബ്ലിക് റെവലേഷനിലൂടെ സ്വർഗമെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞു, ഇനി പുതുതായിട്ടൊന്നും വെളിപ്പെടുത്താനില്ല. എന്നാൽ പ്രൈവറ്റ് റെവലേഷൻ എന്താണ് സഹായിക്കുന്നത്? പബ്ലിക് റെവലേഷനിൽ നമുക്ക് നിലനിൽക്കാനും അത് കൂടുതൽ മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് റെവലേഷൻസ് സഹായിക്കുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് റെവലേഷൻസിൽ പ്രൈവറ്റ് ഡിവോഷൻസ് അല്ലെങ്കിൽ പുതിയ കാത്തലിക് ഡിവോഷൻസ് ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് കരുണക്കൊന്ത, കരുണയുടെ ഛായാചിത്രം, ജപമാല, ഉത്തരീയം, ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. അപ്പോൾ ഇതിൽ ചില കാത്തലിക് ഡിവോഷൻസിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ ഇന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ നിത്യജീവൻ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ നമുക്ക് കൂദാശകളിലൂടെ നിത്യജീവൻ ലഭിക്കുന്നില്ലേ? ലഭിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പോലെ. ജപമാലയിൽ മാതാവ് 16 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 16 വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാണ് ജപമാല ഭക്തിയോടുകൂടെ എല്ലാ ദിവസവും ചൊല്ലുന്ന വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവർ മരണത്തിന് മുൻപ് കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ജപമാല ഒരു വ്യക്തി, ആ ഒരു പ്രൈവറ്റ് ഡിവോഷൻ ഒരു വ്യക്തി ചൊല്ലുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? അദ്ദേഹം സഭ പറയണത് പോലെ കൗദാശിക ജീവിതം നയിച്ച് വിശുദ്ധമായിട്ടെല്ലാം പോകുന്നു. പക്ഷേ എവിടെയോ വെച്ച് ജീവിതത്തിൽ ഏതോ കോണിൽ വെച്ച് ഒരു മാരകപാപം ചെയ്തു പോയി. അദ്ദേഹം മാരകപാപം ചെയ്ത അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏത് നിമിഷവും മരിച്ചാലും നരകാഗ്നിയിലോട്ട് പോകും. എന്നാൽ ഇദ്ദേഹം ഒരു ജപമാല ഭക്തനായതുകൊണ്ട്, ഇദ്ദേഹം അത്രയും കാലം ഭയഭക്തിയോടുകൂടി ജപമാല ചൊല്ലിയത് കൊണ്ട് അങ്ങനെ ദൈവത്തിന് ഇദ്ദേഹത്തെ നരകത്തിലോട്ട് വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പം മാതാവ് എന്ത് ചെയ്യുന്നു? ഈ മരിയ ഭക്തനായുള്ള ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് കുമ്പസാരിക്കാനുള്ള സൗകര്യവും കൂദാശകൾ ലഭ്യമാക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വായിച്ചിട്ടായിട്ട് നമുക്ക് കാണാം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, മാരകപാപം ചെയ്ത ഒരു കുട്ടി നന്നായിട്ട് വിശുദ്ധ ജീവിച്ചൊരു പെൺകൊച്ചായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ മാരകപാപം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് അനുദപിക്കാനും കുമ്പസാരിക്കാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും അവസരം കൊടുത്ത ശേഷമാണ് ആ കുട്ടിയുടെ ബോഡി വിട്ട് ആ കുട്ടിയുടെ ആത്മാവ് പോയത്. എനിക്കറിയുന്നൊരു വ്യക്തി, വിദേശത്തുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: അദ്ദേഹം ഇതുപോലെ ഒരു നീണ്ട യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിലൂടെ ഒരു അശ്ലീലമായ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നീട് ഇദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ പെടുകയാണ്. രക്തം വാർന്നു കിടക്കുന്ന ശരീരമായിട്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആശുപത്രി കിടക്കയിൽ വെച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അന്ത്യകുദാശ വേണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അവിടെയൊന്നും അത്ര വലിയ വിശ്വാസം ഉള്ള ആൾക്കാർ തന്നെയാണ് ഡോക്ടർമാരും നഴ്സുമാരാണ് നിർബന്ധമില്ല. അവർ പറയും, ഞങ്ങളിപ്പോൾ ഇവിടെ പോയിട്ട് കണ്ടെത്താനാണ് വൈദികനെ എന്ന്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടൊരു വൈദികൻ അവിടെ കടന്നു ചെന്നു. ഡോക്ടർമാർ തന്നെ പറയുന്നു, ഇങ്ങനെയൊന്നും ഒരിക്കലും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം കുമ്പസാരിക്കുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. പിന്നീട് അദ്ദേഹം ജീവനിലോട്ട് തിരിച്ചു വന്നു. വളരെ ക്രിട്ടിക്കലായിരുന്നു സ്റ്റേജ്. പക്ഷേ മരിയ ഭക്തനായ അദ്ദേഹത്തിന് മാതാവ് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക പരിഗണനയാണ്. അതുപോലെ ഉത്തരീയം ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയും നരകാഗ്നിയിൽ പോകില്ല എന്നാണ്. അതായത് ഉത്തരീയം ധരിച്ചിട്ട് നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാലെന്നല്ല, ഉത്തരീയം ധരിച്ച് നമ്മൾ മരിക്കുമ്പോൾ ആ മാരകപാപത്തോടു കൂടെ മരിക്കാൻ മാതാവ് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇൻ കേസ് നമ്മളിൽ ഏതെങ്കിലും പാപങ്ങൾ ശുദ്ധി ചെയ്യാനുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ എന്തു ചെയ്യുന്നു? ശുദ്ധീകരണ സ്ഥലത്ത് പോലും നമ്മൾ വേദന അനുഭവിക്കാൻ മാതാവ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ആദ്യ ശനിയാഴ്ച വരം സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങളെയും കൊണ്ട് മാതാവ് പോകുന്നു. അതുകൊണ്ട് വിശുദ്ധർ പറയും, എനിക്ക്
ശനിയാഴ്ച ദിവസം മരിക്കാനാണ് ആഗ്രഹം. പല വിശുദ്ധർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ശനിയാഴ്ച ദിവസമാണ് മാതാവിൻ്റെ ദിവസം. ആ ശനിയാഴ്ച ദിവസമാണ് മാതാവ് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ ആത്മാക്കളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് റെവലേഷൻസ് പാപിയായ എനിക്ക് ആവശ്യമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ്, അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭക്തഭ്യാസങ്ങൾ, ഇങ്ങനെയുള്ള കാത്തലിക് ഡിവോഷൻസ്, പ്രൈവറ്റ് റെവലേഷനിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം കാത്തലിക് ഡിവോഷൻസ് വിശുദ്ധത പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതുപോലെ ഡിവോഷനാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ഇത് എത്ര സീരിയസ് ആയിട്ട് എടുത്ത് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ 1673 ജൂൺ 27 ഫ്രാൻസിലെ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമായിട്ടുള്ള വിശുദ്ധ സിസ്റ്റർ മാർഗരറ്റ് മേരിക്കാണ് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഹൃദയത്തിന് മാനവരാശിയോടുള്ള അടങ്ങാത്ത സ്നേഹം ഈശോ വെളിപ്പെടുത്തിയത്. ഈശോ മാംസളമായ അവിടുത്തെ ഹൃദയം കാണിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ 1765 ക്ലെമന്റ് 12 പാപ്പ ഈ സന്ദേശം അംഗീകരിച്ചുകൊണ്ട് തിരുഹൃദയ തിരുനാൾ പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന 3-ാമത്തെ ആഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നീട് 1856 9-ാം പിയൂസ് പാപ്പയാണ് ആഗോള കത്തോലിക്ക സഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തത്. അന്ന് മുതലാണ് തിരുഹൃദയ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കാൻ തുടങ്ങിയത്, ജൂൺ മാസത്തിൽ. പിന്നീട് 1899 ജൂൺ 11 ലിയോ 13 മാർപ്പാപ്പ മാനവകുലത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു. 1995 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ തിരുഹൃദയ തിരുനാൾ ദിനത്തെ പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചു. 2011 ഓഗസ്റ്റിൽ ബെനഡിക്ട് 16 പാപ്പ മാഡ്രിഡിൽ നടന്ന ലോക യുവജന ദിനത്തിൽ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോ തൻ്റെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ ഈ വിശുദ്ധിയോട് പറഞ്ഞു. സഭ അത് അംഗീകരിച്ചു. ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്കും അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഈശോ നൽകിയിട്ടുള്ള 12 വാഗ്ദാനങ്ങളുണ്ട്. ഇപ്രകാരമാണ്. ഒന്നാമത്തേത്, അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ബോണസായിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്. നമ്മൾ കൗതാശിക ജീവിതം നയിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ കൂടെ പ്ലസ് ഇത്തരത്തിലുള്ള ഡിവോഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം. 2, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പുലർത്തും. 3, അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും. 4, ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്തും ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ കാത്തലിക് പ്രൈവറ്റ് ആയിട്ട് വരുന്നിട്ടുള്ള കാത്തലിക് ഡിവോഷൻസിലെല്ലാം ഈ മരണസമയത്തെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ നിത്യജീവൻ നിർണ്ണയിക്കുന്നത് ആ മരിക്കാൻ കിടക്കുന്ന സെക്കൻഡുകളാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നൊരു സംഭവമുണ്ട്. ഒരു വ്യക്തി മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അച്ഛനെ വിളിച്ചു, ഒരു വൈദികനെ വിളിച്ചു, അന്ത്യകുദാശ കൊടുത്തു, ഇദ്ദേഹം കുമ്പസാരിച്ചു. പക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഈ മനുഷ്യൻ്റെ പ്രത്യേകത, അദ്ദേഹം ചിന്ത കൊണ്ടുള്ള പാപങ്ങൾ നിയന്ത്രിക്കാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? അച്ഛൻ വന്ന് ഇദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ച് അച്ഛൻ പോയി കഴിഞ്ഞു. വീട്ടുകാർക്കെല്ലാം സന്തോഷമായി. പക്ഷെ പിന്നീട് ഇദ്ദേഹം മരിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇദ്ദേഹം മരിച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഞാൻ നിത്യ നരകാഗ്നിയിലാണെന്ന്. അപ്പോൾ കുമ്പസാരിച്ചിട്ടും എന്താ സംഭവിച്ചത്? അച്ഛൻ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞ് പോയിട്ടും ചിന്ത വഴി ഇദ്ദേഹം പാപം ചെയ്തു. അപ്പോൾ മരണസമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുക. മരണസമയത്താണ് സാത്താൻ ഏറ്റവും അധികം ടെംപ്ടേഷൻ കൊടുക്കുക. കാരണം സാത്താന് ഈ ആത്മാവിനെ നേടാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇനി സെക്കൻഡുകൾ കഴിഞ്ഞാൽ ഈ ആത്മാവിനെ ദൈവം കൊണ്ടുപോകും, ദൈവത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണെങ്കിൽ. അപ്പോൾ അവസാന നിമിഷം പ്രലോഭനങ്ങളും മറ്റു പല ദൈവത്തെ തള്ളിപ്പറയാനുള്ള ആ ഒരു ടെംപ്ടേഷനെല്ലാം സാത്താൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവോഷൻസിൽ ഈ മരണസമയത്തുള്ള മാതാവിൻ്റെയും ഈശോയുടെയും ഔസപിതാവിൻ്റെയൊക്കെ പ്രത്യേക പ്രസൻസും സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ 4-മത്തേത്, ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്തും ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും. 5, അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും. 6, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. 7, മന്ദഭക്തർ തീക്ഷ്ണതയുള്ളവരാകും. 8, തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. 9, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. ഇതേ കാര്യം ഈശോയുടെ കരുണയുടെ ചിത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. കരുണയുടെ ചിത്രം വണങ്ങുന്ന ഒരാത്മാവും നശിച്ചു പോകില്ല എന്ന്. 10, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരും അത് പാലിക്കുന്നവരുമാണെങ്കിൽ അവരുടെ വചന പ്രഘോഷണങ്ങളിൽ ആത്മാക്കളെ സ്പർശിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ബോണസാണ്. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ വഴി ഈ കൃപകൾ നേടിയെടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ പ്ലസ് ഇതും കൂടെ ദൈവം തരികയാണ്. 11. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും, അതിൽ നിന്നും അവരുടെ നാമം ഒരിക്കലും മായ്ക്കുകയില്ല. കണ്ടോ, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഈശോ ഒരിക്കലും മായ്ക്കത്തില്ല. അത് ഈശോയുടെ തിരുഹൃദയത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. 12. 9 മാസാദ്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ഇതാ ജപമാല ചൊല്ലുമ്പോൾ ലഭിക്കുന്ന അതേ വാഗ്ദാനം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രൈഡേസിൽ, മാസാദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിക്കുക, യോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മളടക്കമുള്ള മനുഷ്യർ ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ട് വേണം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ. 1 മണിക്കൂർ ആരാധനയിൽ നമ്മൾ ചെലവഴിക്കുക. ഇങ്ങനെ 9 ഫസ്റ്റ് ഫ്രൈഡേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താ ഇൻ മുളിയേരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.